10th സ്റ്റാൻഡേർഡിലെ മാത്സ് ആനുവൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതിൽ ആക്ടിവിറ്റി ഫസ്റ്റ്, ഹൗ മെനി വീൽസ്, എത്ര ചക്രങ്ങൾ എന്നുള്ളതാണ്. അപ്പു ആൻഡ് ഹിസ് ഫ്രണ്ട്സ് സോ സം ബൈസിക്കിൾസ് ഓൺ ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടില് അപ്പുവിന്റെ ഫ്രണ്ട്സും കുറച്ച് സൈക്കിളുകൾ കണ്ടു. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ബൈസിക്കിൾസ് ആർ ദർ? എത്ര സൈക്കിളുകൾ ഉണ്ട് അവിടെ എന്നുള്ളതാണ് കേട്ടോ. എത്ര സൈക്കിളുകൾ ഉണ്ട് കൗണ്ട് ചെയ്ത് നോക്കുക കേട്ടോ. എണ്ണി നോക്കൂ. 1 2 3 4 5 6 7. എത്ര സൈക്കിൾസ് ഉള്ളത്? 7 ബൈസിക്കിൾസ് ഉണ്ട് അല്ലെ. ഇപ്പൊ 7 ബൈസിക്കിൾസ് എന്ന് എഴുതാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് വീൽസ് ഓഫ് ദ ബൈസിക്കിൾസ്? സൈക്കിളുകളുടെ ചക്രങ്ങളുടെ എണ്ണാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് ബൈസിക്കിൾസ് എത്രയാണ്? 7 ബൈസിക്കിൾസ് ആണ്. നമ്പർ ഓഫ് വീൽസ് ഓഫ് എ ബൈസിക്കിൾ എന്ന് പറയുന്നത് എത്രയാ? ഒരു ബൈസിക്കിളിന് എത്ര വീൽസ് ഉണ്ട്? 2 വീൽസ് ആണുള്ളത് അല്ലെ. ടോട്ടൽ ഓഫ് നമ്പർ ഓഫ് ബൈസിക്കിൾസ് 7 ആണ്. ഒരു ബൈസിക്കിളിന് 2 വീൽസ് ആണുള്ളത്. 7 ബൈസിക്കിൾസിന് അപ്പൊ എത്ര വീൽസ് ആണുള്ളത്? 7 രണ്ടുകൾ അല്ലെ. അതായത് 7 2s are ഇൻറ്റു ചെയ്ത് നോക്കണം അല്ലെ. 7 2s are 7 into 2 is equal to എത്രയാ? 7 2s are 7 രണ്ടുകള് എത്രയാണ്? 14 ആണ് അല്ലെ. 14 എന്ന് എഴുതുക കേട്ടോ. ക്യൂബിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചെല്ലുക കേട്ടോ. 1 2s are 2, 2 2s are 4, 3 2s are 6, 4 2s are 8, 5 2s are 10, 6 2s are 12, 7 2s are എത്രയാ? 7 2s are 14 അല്ലേ. 3 more bicycles came to the ground. Then how many wheels are there in total? അതായത് ഗ്രൗണ്ടിലേക്ക് 3 ബൈസിക്കിൾസും കൂടി വന്നു. മൊത്തം വീൽസ് എത്രയാണ് എന്നാണ് കേട്ടോ ചോദ്യം. അപ്പൊ എങ്ങനെയാ വരിക? ഓൾറെഡി 7 ബൈസിക്കിൾസ് ആയിരുന്നു. 3 ബൈസിക്കിൾസും കൂടി വന്നു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ബൈസിക്കിൾസ് എത്രയായി? 10 ബൈസിക്കിൾസ് ആയി. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് വീൽസ് എത്രയാണ്? ഒരു ബൈസിക്കിളിന് 2 വീൽസ് ആണുള്ളത്. 10 ബൈസിക്കിൾസിന് എത്ര വീൽസ് ആണെന്ന് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 10 into 2 ചെയ്താൽ മതി അല്ലേ. 10 രണ്ടുകള് എത്രയാണെന്ന് നോക്കിയാൽ മതി അല്ലേ. 10 2s are എത്രയാ? 10 2s are 20. Activity 2, let's go for shopping. Anu and Sonu went to a shop. They checked the price list. അനുവും സോനുവും കൂടിയും ഒരു കടയിലോട്ട് പോയി. അവര് വിലവിവരണ പട്ടിക പരിശോധിച്ചു. പ്രൈസ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓരോ ഐറ്റംസും അതുപോലെ തന്നെ ഓരോ ഐറ്റത്തിന്റെ പ്രൈസ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. നോട്ട്ബുക്കിന് 30 rupees, പെൻസിലിന് 10 rupees, കളറിംഗ് ബുക്കിന് 40 rupees, പെൻസിൽ ബോക്സിന് 35 rupees, വാട്ടർ ബോട്ടിലിന് 70 rupees, വാട്ടർ കളറിന് 60 rupees. പ്രൈസ് ലിസ്റ്റ് അവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് മണി ഈസ് നീഡഡ് ടു ബൈ എ പെൻസിൽ ബോക്സ് ആൻഡ് എ വാട്ടർ ബോട്ടിൽ? അതായത് ഒരു പെൻസിൽ ബോക്സും ഒരു വാട്ടർ ബോട്ടിലും വാങ്ങാനായിട്ട് എത്ര കാശ് വേണം എന്നുള്ളതാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. പ്രൈസ് ഓഫ് എ പെൻസിൽ ബോക്സ് എത്രയാണ്? 35 rupees ആണ്. ആ പ്രൈസ് ലിസ്റ്റ് നോക്കിയാൽ കാണാം കേട്ടോ. പെൻസിൽ ബോക്സിന് എത്ര പ്രൈസ്? 35 rupees ആണല്ലേ വില. ദെൻ പ്രൈസ് ഓഫ് എ വാട്ടർ ബോട്ടിൽ എത്രയാ? എത്ര വാട്ടർ ബോട്ടിലിന്റെ പ്രൈസ്? 70 rupees ആണ്. അപ്പൊ എമൗണ്ട് നീഡഡ് ടു ബൈ എ പെൻസിൽ ബോക്സ് ആൻഡ് എ വാട്ടർ ബോട്ടിൽ എത്രയാണ് വരിക? രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി അല്ലേ. പെൻസിൽ ബോക്സിന് 35 rupees, വാട്ടർ ബോട്ടിലിന് 70 rupees. അപ്പൊ 35 plus 70 എത്രയാണ് വരിക? 105 rupees എന്ന് വരും അല്ലെ. ബോക്സിൽ എഴുതാം കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മച്ച് മോർ ഡസ് എ പെൻസിൽ ബോക്സ് കോസ്റ്റ് ദാൻ എ പെൻസിൽ? പെൻസിലിനെക്കാട്ടിലും എത്ര കൂടുതൽ എമൗണ്ട് ആണ് പെൻസിൽ ബോക്സിന് ഉള്ളത് എന്നാണ് കേട്ടോ. കോസ്റ്റ് ഓഫ് എ പെൻസിൽ എത്രയാണ്? 10 rupees ആണ്. കോസ്റ്റ് ഓഫ് എ പെൻസിൽ ബോക്സ് എത്രയാണ്? 35 rupees. പെൻസിലിനെക്കാട്ടിലും എത്ര കൂടുതലാണ് പെൻസിൽ ബോക്സിന് ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? 35 rupeesൽ നിന്ന് 10 rupees കുറച്ചാൽ പോരെ. അപ്പൊ 35 minus 10 എത്രയാണ്? 25 rupees ആണ് വരിക അല്ലെ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. അനു ബോട്ട് 5 pencils. ഹൗ മച്ച് ഷുഡ് ഷീ പേ? അതായത് അനു 5 പെൻസിൽസ് വാങ്ങി. അപ്പൊ എത്രയാണ് അവള് പേ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ പ്രൈസ് ഓഫ് എ പെൻസിൽ എത്രയാണ്? 10 rupees ആണ്. അപ്പൊ 5 പെൻസിൽ വാങ്ങി എന്ന് പറയുമ്പോൾ പ്രൈസ് ഓഫ് 5 pencils എത്രയാ വരിക? 5 tens വേണം അല്ലെ. 5 tens are എത്രയും നോക്കിയാൽ പോരെ. 5 10 രൂപകൾ വേണ്ടേ. അപ്പൊ 5 tens are എത്രയാ? 50. 5 10കൾ ആഡ് ചെയ്താൽ മതി അല്ലെ. 10 plus 10 plus 10 plus 10 plus 10. അത് തന്നെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് 5 tens are എന്ന് കണ്ടത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, സോനു ബോട്ട് 2 items spending 100 rupees. Which all may be the items? എന്താണ്? സോനു 100 രൂപ ചെലവഴിച്ചിട്ട് 2 സാധനങ്ങൾ വാങ്ങി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെയായിരിക്കും ആ സാധനങ്ങൾ എന്നുള്ളതാണ് കേട്ടോ.
അപ്പൊ നമുക്ക് പ്രൈസ് ലിസ്റ്റ് നോക്കാം. ഫസ്റ്റ് ഐറ്റം നോട്ട്ബുക്ക് ആണ്, 30 റുപ്പീസിന്റെ ആണ് അല്ലെ. രണ്ട് ഐറ്റംസിനും കൂടി 100 റുപ്പീസ് ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ നോട്ട്ബുക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 100 റുപ്പീസിലേക്ക് ഇനി എത്രയും കൂടി വേണം, 70 കൂടി വേണം അല്ലെ. 100 - 30 70 ആണല്ലോ. 70 റുപ്പീസിന്റെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അപ്പൊ ഉണ്ട് അല്ലെ. ഏതാ? വാട്ടർ ബോട്ടിൽ ഉണ്ട്. അപ്പൊ ഒന്ന് നോട്ട്ബുക്ക് ആവാം, ഒന്ന് വാട്ടർ ബോട്ടിൽ ആവാം. നോട്ട്ബുക്ക് 30 റുപ്പീസ്, വാട്ടർ ബോട്ടിൽ 70 റുപ്പീസ്. അടുത്തത് നോക്കാം. പെൻസിൽ എടുക്കുകയാണെങ്കിൽ 10 റുപ്പീസ് ആണ് പെൻസിൽ. 10 റുപ്പീസിന് പെൻസിൽ ആണെങ്കിൽ മറ്റേ ഐറ്റത്തിന് എത്രയായിരിക്കണം? മൊത്തം 100 റുപ്പീസ് ആണ് രണ്ടും കൂടി വാങ്ങാനായിട്ട് ചെലവഴിച്ചതെന്നുണ്ടെങ്കിൽ പെൻസിലിന് 10 റുപ്പീസ് ആണെങ്കിൽ മറ്റ് വേറൊരു ഐറ്റത്തിന് എന്തായിരിക്കും? 90 റുപ്പീസ് ഉണ്ട്. 90 റുപ്പീസിന്റെ വല്ല ഐറ്റം ഉണ്ടോ ഇവിടെ നോക്കുക. ഉണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ അത് പറ്റില്ല. നെക്സ്റ്റ് കളറിംഗ് ബുക്ക് നോക്കുക. കളറിംഗ് ബുക്ക് 40 റുപ്പീസ് ആണ്. കളറിംഗ് ബുക്ക് വാങ്ങുകയാണെങ്കിൽ 100 റുപ്പീസിന് രണ്ട് ഐറ്റം വാങ്ങി എന്ന് പറഞ്ഞാല് മറ്റേ ഐറ്റത്തിന്റെ വില എത്രയായിരിക്കും? 100ൽ നിന്ന് 40 കുറയ്ക്കണം അല്ലേ. അപ്പൊ എത്രയാ വരിക? 60 അല്ലേ വരിക. 60 റുപ്പീസ് അല്ലേ. 60 റുപ്പീസിന് വേറെ വല്ല ഐറ്റം ഉണ്ടോ നോക്കുക. അപ്പൊ ഉണ്ട്. ഏതാണ്? വാട്ടർ കളർ ഉണ്ട് കേട്ടോ. അപ്പൊ വാട്ടർ കളർ. അപ്പൊ കളറിംഗ് ബുക്ക് വാട്ടർ കളർ ആവാം, അല്ലെങ്കിൽ നോട്ട്ബുക്കും വാട്ടർ ബോട്ടിലും ആവാം കേട്ടോ. ഇവിടെ ഐറ്റംസ് ഏതെങ്കിലും ഒന്ന് എഴുതുക കേട്ടോ. ഒന്നില്ലെങ്കിൽ നോട്ട്ബുക്ക് 30 റുപ്പീസ്, വാട്ടർ ബോട്ടിൽ 70 റുപ്പീസ് എന്ന് എഴുതാം. അല്ലെങ്കിൽ കളറിംഗ് ബുക്ക് 40 റുപ്പീസ്, വാട്ടർ കളർ 60 റുപ്പീസ് കേട്ടോ. ആക്ടിവിറ്റി 3 ടൈം ആണ്. റൈറ്റ് ദ ടൈം ഓൺ ദ ക്ലോക്ക്. ക്ലോക്കിലെ ടൈം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വണ്ണില് നോക്കൂ. ക്ലോക്കില് അവർ ആൻഡ് 8ലേക്കാണ് നിൽക്കുന്നത്. മിനിറ്റ് ആൻഡ് എവിടെയാണ്? മിനിറ്റ് ആൻഡ് 12 അല്ലേ. അപ്പൊ എത്രയാണ് ടൈം? 8 o'clock ആണ് അല്ലേ. അപ്പൊ 8 o'clock എന്ന് എഴുതുക കേട്ടോ. സെക്കൻഡ് നോക്കാം. ഇവിടെ അവർ ആൻഡ് 10ലോട്ടും മിനിറ്റ് ആൻഡ് 12ലോട്ടുമാണ്. അപ്പൊ എത്രയാണ് ടൈം? 10 o'clock ആണ് അല്ലെ. 10 o'clock എന്ന് എഴുതാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മാർക്ക് ദ ടൈം ഓൺ ദ ക്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. സമയം ക്ലോക്കിലേക്ക് വരച്ചു ചേർക്കാനാണ് കേട്ടോ. 1 o'clock ആണ് ടൈം. ക്ലോക്കിൽ എങ്ങനെ വരയ്ക്കുക? അവർ ആൻഡ് 1ലോട്ടും മിനിറ്റ് ആൻഡ് 12ലോട്ടും അല്ലെ. നെക്സ്റ്റ് 4 o'clock ആണ്. അപ്പൊ എങ്ങനെ വരയ്ക്കുക? അവർ ആൻഡ് 4ലോട്ടും മിനിറ്റ് ആൻഡ് 12ലോട്ടും അങ്ങനെ വരയ്ക്കുക കേട്ടോ. ഈ ആക്ടിവിറ്റിയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അനു വെന്റ് ടു സോനൂസ് ഹൗസ് ടു പ്ലേ അറ്റ് 9 in the morning on Sunday. She took 2 hours to return home. At what time did Anu reach home? അനു ഞായറാഴ്ച രാവിലെ 9 മണിക്ക് സോനുവിന്റെ വീട്ടിലേക്ക് കളിക്കാൻ പോയി. അവള് 2 മണിക്കൂർ എടുത്തു തിരിച്ചു വീട്ടിലെത്താനായിട്ട്. ഏത് സമയത്താണ് അനു വീട്ടില് എത്തിയത് എന്നുള്ളതാണ് കേട്ടോ ക്വസ്റ്റ്യൻ. രാവിലെ 9 മണിക്ക് വീട്ടിലോട്ട് പോയി എന്നാണ് പറയുന്നത് അല്ലെ. സോനുവിന്റെ വീട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞു. 2 hours എടുത്തു എന്ന് പറയുമ്പോൾ 9 hoursന്റെ കൂടെ 2 hours എന്ന് പറഞ്ഞാൽ 9 to 10 1 hour ആയി. 10 to 11 2 hours. ഏത് ടൈമിലായിരിക്കും അനു വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടാവുക? 11 o'clockനാണ് അല്ലെ. 11 o'clock എന്ന് എഴുതുക കേട്ടോ. ആക്ടിവിറ്റി 4, ലെറ്റ്സ് ഫൈൻഡ് ദ നമ്പേഴ്സ്. റൈറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ് ഇൻ ദ കോളംസ്. കോളത്തിലെ വിട്ടുപോയ നമ്പറുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. 181, 182, 183, 184, 185, 186, നെക്സ്റ്റ് 187. അടുത്ത നമ്പർ 188 നമുക്ക് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് 189, 190, നെക്സ്റ്റ് 191 തന്നിട്ടില്ല, എഴുതുക കേട്ടോ. 192 കഴിഞ്ഞാല് 193, 194ഉം 195ഉം 196ഉം തന്നിട്ടുണ്ട്. 196 കഴിഞ്ഞാൽ നമ്പർ എത്ര വരിക? 197 എഴുതുക. ദെൻ 198, 199 തന്നിട്ടുണ്ട്. 199 കഴിഞ്ഞാൽ വരുന്ന നമ്പർ എത്രയാ? 200 എന്ന് എഴുതുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ നമ്പർ ബിറ്റ്വീൻ 196 ആൻഡ് 198 ഈസ്. 196ന്റെയും 198ന്റെയും ഇടയിലുള്ള നമ്പർ 197 ആണ് അല്ലെ. 197 എന്ന് എഴുതുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ നമ്പർ ജസ്റ്റ് ബിഫോർ 181 ഈസ്. അതായത് 181ന്റെ തൊട്ട് മുന്നത്തെ നമ്പർ, ബിഫോർ പറഞ്ഞ തൊട്ട് മുന്നത്തെ നമ്പർ എത്രയാണ്? 180 ആണ്. അടുത്തത്, ഫ്രം ദ ഗിവൺ നമ്പേഴ്സ് റൈറ്റ് ദ നമ്പേഴ്സ് ഫ്രം ദ ലാർജസ്റ്റ് ടു ദി സ്മോളസ്റ്റ്. പറഞ്ഞിരിക്കുന്ന നമ്പേഴ്സ് വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഏതൊക്കെ നമ്പേഴ്സ് നമുക്ക് തന്നിരിക്കുന്നത്? 193, 190, 182, 185, 187, 199. വലുതിൽ നിന്ന് ചെറുതിലേക്കാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഡിസെൻഡിങ് ഓർഡറിലാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതാ ഫസ്റ്റ് വരിക? ഇതിലെ ഏറ്റവും വലിയ നമ്പർ ഏതാ? 199 ആണ് അല്ലെ. 199 എന്ന് എഴുതാം. അടുത്തത് 193 അല്ലേ. 193 എന്ന് എഴുതാം. അടുത്തത് 190 ആണ്. 190. ദെൻ 187. അടുത്തത് 185. അടുത്തത് 182. ആക്ടിവിറ്റി 5, in how many ways can we
റൈറ്റ് ദിസ്. അതായത് നമുക്ക് ഏതൊക്കെ രീതിയിൽ എഴുതാം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് നമ്പർ? 75 ആണ്. 75 ഏതൊക്കെ രീതിയിൽ എഴുതാം എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നമുക്ക് അവിടെ ഒന്ന് തന്നിട്ടുണ്ട്, 75 ones എന്ന് തന്നിട്ടുണ്ട്, 75 ഒന്നുകൾ എന്ന് എഴുതാലോ. പിന്നെ നമുക്ക് എങ്ങനെ എഴുതാം? 7 tens 5 ones എന്ന് എഴുതാലോ. 7 tens എന്ന് പറഞ്ഞാൽ 70, 5 ones എന്ന് പറഞ്ഞാൽ 5. അടുത്തത് നമുക്ക് 70 plus 5 എന്ന് എഴുതാം. പിന്നെ 6 tens എത്ര വൺസ് ആണ്? 15 ones എന്ന് എഴുതാലോ. 6 tens എന്ന് പറഞ്ഞാൽ 60 ആണ്. 75ലേക്ക് ഇനി എത്രയും കൂടി ഉണ്ട്? 15 ഉണ്ട്. അപ്പൊ 15 ones എന്ന് എഴുതാം. 50 plus 25 എന്ന് എഴുതാലോ. അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ 25 plus 25 plus 25, അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് 75 എഴുതാം.